കാശ് പിടിക്കുന്ന കള്ളന്മാരല്ല അമ്മാരും അപ്പ വല്ല പൈസ വന്ന് ചോദിക്കട്ടെ. എന്റെ തോക്കണ്ടല്ലോ 3 പറഞ്ഞാലും. ഓ അപ്പ എടുത്ത് ഞാൻ ഒന്ന് ചോദ്യം പറഞ്ഞില്ല അപ്പ അടിക്കും ഞാൻ. നല്ലതുണ്ട്. ഒന്നാമതെ 10 വരെ CBSE സ്കൂളിൽ പഠിച്ചു. ഇതിപ്പോ കോളേജ് അകത്തോട്ട് ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ വെള്ളവും ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം. അവന്റെ ഒക്കെ ഇവിടെ പെർമിഷൻ ക്യാൻ ഐ എൻ്റർ ഇട്ടാലോ എന്ന് പറഞ്ഞ കൊള്ളിക്കുന്ന രീതിയിലൊക്കെ ഇട്ടാലോ? ഇല്ല RDC മെൻഷൻ ക്യാൻ ഐ എൻ്റർ ചോദിച്ചാലോ? ഒന്നും വേണ്ട. അങ്ങനെ അതാകുമ്പോ ഇട്ടില്ലെന്ന് പറയത്തില്ലല്ലോ. അഥവാ പാലം പൊട്ടി താഴോട്ട് പോണേ. ഇപ്പൊ അവിടെ വല്ല തോക്കം പിടിച്ച് ഇപ്പോണ്ട്. അപ്പൊ അവൻ ഐഡി ചോദിക്കും. ഇപ്പൊ കാണിക്കൂലടാന്ന് പറയും. അവന്റെ നെഞ്ചത്തോടങ്ങ വണ്ടിയാണ്. മള്ളി ആകെ ഇനി 45 കൂടെ കിട്ടിയ നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്തായാലും അത് ഇതിൽ കിട്ടും. സെറ്റ് ആവും. കിട്ടുമോ? സീരിയസ് ആയിട്ട് പറ. അണ്ണാ ഞാനിപ്പോ ആരാധിച്ച് കലക്കി കൊണ്ട് പോവാൻ കേട്ടാ. എന്റെ അണ്ണ ധൈര്യമായിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാതെ ബംഗാളി പറഞ്ഞ കാണാൻ ആരെങ്കിലും കേൾക്കോ? ഈ കൊരട്ടിലും കേട്ടോണ്ട് ചെന്നാ മതി. ഇപ്പൊ കടിക്കും അവിടെ ഇട്ട്. ഇവിടെ ആരും ഇല്ലടാ. ഇവിടെ ആരുമില്ല. ഇല്ല അമ്മാരെ കോട്ടയിലോട്ട് വിട്. അവൻ നമ്മളെ മറ്റേ ജയിലിൽ കൊണ്ടുപോയല്ലോ മറ്റേ RDC പിരിക്കാനായിട്ട്. അത് റൈറ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് അത് ബാക്കിലോട്ട് അവിടുന്ന് ലെഫ്റ്റ് നേരെ. ഇപ്പഴും നിന്റെയൊക്കെ ഉള്ളിലെ പേടി കിടക്കുവാണോടാ? എന്റെ ഭാവിച്ചേന്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു നടക്കാം. അല്ലാതെ എനിക്ക് പുറത്തിരിക്കുന്ന സീനില്ല. ഗ്യാങ്ങിന് വരെ സീനൊന്നും ഉണ്ടാവരുന്നേ മതി. ഒരു സീനും ഉണ്ടാവുന്നില്ലടാ. ഇവിടെ അമ്മാരുടെ കോട്ട ഇതല്ലേ ഇത് നേരെ അതിനും പോണം. ഒരു വലിയ കോട്ട കണ്ടാണ് ഇവിടെ. അത് പുറകെ കാണുന്ന കോട്ട അതല്ലേ? അവിടെ നിന്നല്ലായിരുന്നോ? അല്ല ഇത് മറ്റേ സീ സൈഡിന്റെ അറ്റമായിരുന്നു കായയുടെ. മള്ളി തിരിച്ച് അങ്ങോട്ട് പോണേ. ഇവിടെ റൈറ്റ് ആണ്. ഇവിടെ നേരെ പോയി റൈറ്റ് അല്ലേ? ഇവിടെ ഒരെണ്ണമുണ്ടല്ലോ. ഇവന്മാരെങ്ങനെ തെറ്റാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മളെ ഇത്രയും കാലം? ഇവന്മാര് നമ്മളെ എങ്ങനെ ഇത്രയും കാലം തെറ്റാതെ കൊണ്ടുപോയത്? ഇവിടെമാരെ ഞാനും ആലോചിക്കുന്നു. ഇങ്ങനെ അതൊക്കെ പൊളിച്ചു കളഞ്ഞടാ. ഓ ഇല്ല പൊളിച്ചത് ഇവിടെ തന്നെ ഉണ്ട്. ഇല്ലടാ അത് എനിക്ക് ഇല്ല എല്ലാ ബിൽഡിംഗ് അതേപോലെ ഉണ്ട്. അണ്ണാ ഇവിടെ തന്നെ അണ്ണാ. ഇവിടെ തന്നെ ഏറ്റവും താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഏറ്റവും താഴെ അണ്ണാ കയോടെ മാപ്പ് ഇടണം. കയോടെ മാപ്പിൽ ഏറ്റവും താഴെ. അണ്ണാ നേരെ പോ. ഇപ്പൊ റോഡ് കയറിയോ? നേരെ പോ. ആ റോഡ് കണ്ട പാപ്പിച്ചിട്ട് കണ്ടില്ലേ? ഏറ്റവും താഴെ പറഞ്ഞോ. മള്ളി ഇവിടെയാണ് മള്ളി. നമ്മൾ ഇതിനകത്ത് കിടന്ന് ചുമ്മാ കറങ്ങുവാണ്. ഞാൻ മാർക്കിയോ? നിനക്കിതൊക്കെ അറിയാമെങ്കിൽ പറ. മള്ളി ഞാൻ മാർക്കിയുടെ വഴി കൂടെ പോയത്. അന്നാ നമ്മള് മാർക്ക് ചെയ്ത് താഴെ കൊണ്ട് എങ്ങോട്ടോ പോണേ. ശരിയാ മള്ളി. കറക്റ്റ് മള്ളി ടൈഗറിൽ നിന്ന് വെള്ളം ഒഴിക്കണ ചെടിക്ക്. എനിക്കാണ് വളരെ തുറക്കുന്നോണേട്ടാ ഇവിടെയൊക്കെ. ഇനി ആ സ്ഥാനത്ത് ആവശ്യമായിട്ട് ഹലോ വണ്ടി കറത്തണ്ടി ആ സ്റ്റോപ്പ് അങ്ങ് ഇടിയണ്ണ. ഇതുവഴി അങ്ങനെ മറ്റേ അസംബ്ലിയിൽ നടന്നു പറഞ്ഞായിരുന്നല്ലേ? ഇതെല്ലാം നമ്മള് കൊറേ കണ്ടുള്ളതാ. പയ്യൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഏത് പയ്യൻ? ഒന്നുകൂടെ ക്യാരിയടി.
ഇതാരാ വെടി പൊട്ടിച്ചേ? പട്ടി 2 വെടിയൊക്കെ പൊട്ടിക്കണ്ടായ കണ്ണാപ്പി എടാ കണ്ണാപ്പി ഓക്കെ അണ്ണ അങ്ങോട്ട് വെടിയോ കണ്ണ കോട്ടയിലോട്ട് മല്ലി വെടിയൊക്കെ ഞാൻ കണ്ണെടുക്കാൻ പറഞ്ഞേ അവന്റെ സാവാനം ഞാൻ കണ്ണെടുത്തില്ല. വെടി അവന്റെ അരിക്കുടുക്ക ഞാൻ ടോർച്ച് അടിക്കാം മല്ലി വെടിയൊക്കെ എന്തായാലും ക്യാരക്ടർ എന്റെ ഇനിയിപ്പോ പെർമനന്റ് മേടിച്ചു കൊടുക്കാം. ഈ വണ്ടി ഇവിടെ കത്തിച്ചിട്ടിട്ട് ടി വി പിക്ചേഴ്സ് എന്ന് പറഞ്ഞാലോ അതെ വണ്ടിയൊക്കെ പൊട്ടിത്തെറിപ്പിക്കട്ടെ. തിരിച്ച് നമുക്ക് ആളെ വിളിച്ച് റേഡിയോ ഒരാളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. ഇതിനകത്ത് ഒരു കറുത്ത കാര്യം എന്താണ് വഴിയുള്ള ഇതിന്റെ അകത്ത് കയറാൻ? സിമ്പിൾ ആണ്. ഇങ്ങനെ അടിയാ അണ്ണാ അതാ അണ്ണാ ഞാനകത്താ അയ്യോ അതാ കോട്ടയ്ക്കകത്താണ് എടുത്താ പോയി മലയാളി പോയി പാനിമൊഴി കൺഫേം വേണ്ടി കിട്ടും. ഓ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി മുതലാളി അവനെ മറ്റേ ഇതിട്ട് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ മുതലാളിക്കും കിട്ടും മറ്റേ ഞാൻ എടുക്കൂല, മുരളിക്ക് വേണമെങ്കിൽ എടുത്ത് വെളിയിറക്കാം. മല്ലി കുട്ടേട്ട നല്ല വിളിച്ചത് മുരളി, അവൻ മുരളിയെ പറഞ്ഞതാണ് അതിന്റെ ഇടയിൽ കൂടെ, അത് കേട്ടില്ലല്ലേ? മുരളി അവൻ കോട്ടയ്ക്ക് കൊട്ടാന്നാണ് പറഞ്ഞത് അവിടെ നിന്നുണ്ട്, ഞാൻ കേട്ട്. ഇപ്പുറത്ത് സംസാരിക്കാമേ, മറ്റേ സിനിമയിലെ പോലെ മതിലിനിപ്പുറം, അത് മതി. ആ കണ്ണമണി ഇറങ്ങിയോ? കണ്ണാപ്പി 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 കണ്ണമണി, നീയാണോ അവന്റെ മനസ്സ് വിഷമിപ്പിച്ചേ? ഒന്ന് വിളിക്ക്. അവനെ ടൈഗ കൊണ്ടുപോയി. എന്തായി? ഇല്ല കുഴപ്പമൊന്നുമില്ല, ആള് സേഫാണ്, അകത്തുണ്ട്. അകത്തുണ്ടോ? വണ്ടി കയറാൻ പറ്റുന്നുണ്ടോ? അകത്തോട്ട് വരണോ? അണ്ണാ അണ്ണ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പുറത്ത് വരും. ഓ എന്നെ നേരെ നിർത്ത്. അണ്ണാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. കൺഗ്രാജുലേഷൻ വാസു ജൂനിയർ. അയ്യോ അതല്ല അതല്ല അതല്ല, അയ്യോ മമ്മി പ്രോമിസ് അതല്ല, മമ്മി പ്രോമിസ് അതല്ല. നമുക്ക് ഇങ്ങനെ ഉണ്ട് പലറ്റോ നിർത്തിയാലോ? നീ വണ്ടി കയറി, ഇങ്ങനെ വണ്ടി കയറി, ഞാൻ എടുത്തോളാം വണ്ടി. നമുക്ക് ഇങ്ങനെ ആളെ കൊണ്ട് പലറ്റോ നിർത്തിയാലോ? കണ്ണാപ്പി നിങ്ങളെന്താ പറയണേ? അല്ലല്ല എടാ എന്നെ ഒന്ന് താഴെ നിർത്തടാ. താഴെ നിർത്തി. ഓക്കെ എടാ ഇവിടെ ഇവിടെ എങ്ങനെയായിരുന്നു? ഞാനിവിടെ ടൈഗായിട്ട് നിക്കാം. നീ ഒന്ന് വന്നേ അവിടെ. എനിക്കതൊന്ന് എന്നെ കൊണ്ടുപോകുന്ന ഇത്ര വാശിയിലാണ്. ഞാൻ കണ്ടെടുത്ത് കൂടാന്നുള്ള അവന്റെ ടൈഗ. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇവിടെ വന്നിരുന്ന് 2 ഡയലോഗ് അടിക്കണമെന്ന്. അവൻ എന്നെ പിടിച്ചു നിർത്തി, ലൈനിലൊക്കെ നിർത്തി എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം അവന്റെ ടൈഗ. ഹലോ, നമ്മളെ ടി വി ഗ്യാങ്ങിനെ ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ട്സ് യുവർ നെയിം ബ്രോ? കണ്ണാപ്പി.
കുനിഞ്ഞിരി ഇവിടോട്ട് വന്ന്. നീ പറഞ്ഞ എന്റെ ടോണിയാശം കേൾക്കാനല്ലേ അല്ലടാ ടൈഗേ. എന്റെ ലീഡർ കണ്ണാപ്പി പറയുന്നോടാ. സോറി ഞാൻ ടൈഗയായിട്ട് അഭിനയിച്ചോളാം. നിങ്ങൾ ടൈഗയ്ക്ക് എതിരെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കണ്ട, മനസ്സിലായോ? നിനക്കൊക്കെ എന്റെ അടുത്ത് തല്ലാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കോഴിക്കോടത് ഞാൻ പറഞ്ഞത് കേട്ടോ കണ്ണാപ്പി. നിന്റെ വെറുതെ ക്യാരക്ടർ എന്റെ ചെയ്ത് വിട്ടത്. അവന്റെ വർത്താനം. ഞാനിവിടെ കുറച്ചു നേരം എനിക്ക് ഇത് ആളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. ഓർമ്മയുണ്ട് ഇവിടെ വന്ന് നമ്മള് മറ്റേ മുഖത്തോടോ മുഖം നോക്കി നിന്നത്. കൈ കെട്ടണം. മറ്റേ അവന്റെ ഫ്രണ്ട് വരുമ്പോ ഫോൾ ഡാൻസ് അടിച്ചില്ല, അവന് പറ്റൂല. അതാ അന്ന് വിചാരിച്ചാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു തോക്കുണ്ടായിരുന്നേ ബാബു, ഞാൻ ആ ഭിത്തിയിൽ ഇങ്ങനെ വെടിവെച്ചോണ്ടേ ഇരുന്നേനെ. എന്റെ തോക്കില്ലാതെ പോയി. തോക്കെടുക്കാം. അത്ര ഉള്ള കണ്ണാപ്പി, അത്ര ഉള്ളൂ. അത്ര ഉള്ള എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ കണ്ണാപ്പി. നിനക്കറിയോ ഇംഗ്ലീഷ്? കണ്ണാപ്പി ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് മലയാളം പഠിച്ചില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ല. ഇല്ല, അച്ഛൻ 1ാം ക്ലാസ്, ഞാൻ LKG വരെ പോയിട്ടുള്ളു. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. എന്നെ കണ്ടത് വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ. നിന്റെ ധൈര്യം നമ്മളെ വിളിച്ചോണ്ടോ കണ്ണാപ്പിയാ? ഇത് മള്ളി നമ്മളെ വിളിച്ചോണ്ടോ കണ്ണാപ്പി? അകത്ത് കിടക്കണ ഇപ്പം വേറെവരാണ്. അവനായിരുന്നെങ്കിൽ ഇത്രയൊന്നുമില്ല. ബാബുചേട്ടൻ വന്നത് മറ്റേ നുണച്ചി പെമ്പിളാരെ പോലെ ആയിരുന്നു കേട്ടോ. അയൽക്കോട്ടൊക്കെ കുഴപ്പമില്ല, പക്ഷെ നമ്മളോടൊന്നും ഉശിരിയുള്ള കണ്ണാപ്പിയും കാണാനില്ല. വാ വാ വാ. ഓരോ ആച്ചികള്. സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് എന്നെ കഴിഞ്ഞിട്ട് എനിക്കൊരു റെസ്പെക്ട് തോന്നിയ ഒരു ആളെന്ന് പറഞ്ഞാൽ അത് ടൈഗയാണോടാ. അത് ടൈഗയാണ്. അതുള്ള ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങേരുടെ മുമ്പിൽ പോയപ്പോ ഞാൻ മറ്റേ പേടിച്ചിട്ടൊക്കെയാ പോയ. പേടിച്ചിട്ട് ഇജാദ്യം ഒരു മുതലിനെ കിടന്നില്ലേ മറ്റേ താഴെ പോടാ. ഞാനാണ് അടിക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ സേതു കൊണ്ടാണ് ലിസ്റ്റില്. റെസ്പെക്ട് അല്ലേ ഉദ്ദേശിക്കണേ? സേതു സീൻ തന്നെ അല്ലേ? എടാ ഞാൻ ഉദ്ദേശിക്കണല്ല, ആ റെസ്പെക്ട് അല്ല സേതുവിനോട്. എനിക്ക് ആ റെസ്പെക്ട് അല്ല ഞാൻ പറഞ്ഞത്. അതല്ല, നമ്മളിപ്പോ ഒരു ഗാങ്സ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പോവാന്ന് എനിക്കൊരു ഫീല് കിട്ടിയത്, മനസ്സിലായ? ആ ഫീല് കിട്ടിയത് എനിക്ക് ടൈഗർ എടുത്തു നിന്ന. അതൊക്കെ എത്ര ഉള്ളതാ? അതുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റിയിൽ ടൈഗയെ കൂടുതൽ വേണമെന്ന് ആലോചിക്കുന്നത്. നമ്മളത്തെ അതുപോലെ ചന്ദ്രൻ മുടി കേട്ടോ. ചന്ദ്രനൊന്നുമല്ല. ഹലോ ഹലോ, പേരെന്താ? എന്റെ പേര് അബ്രു വിനോദ്. അബ്രു വിനോദ്. സെക്യൂരിറ്റി ആണോ? അല്ലല്ല. ഓക്കെ 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 ഓക്കെ. അല്ല ഞാൻ ഓർത്ത് ഇതിന്റെ സെക്യൂരിറ്റി ആയിരിക്കും എന്നിട്ട്. അല്ല, നമ്മള് കുറച്ച് കൃഷിപ്പണിക്ക് വന്നത്. ഓക്കെ ഓക്കെ. എന്ത് പണി? കൃഷിപ്പണി. കൃഷിപ്പണിയോ? അവനാണ്. ഞാനോട് പറഞ്ഞില്ല ബ്രോ, ഇത് നമ്മുടെ സ്ഥലം തന്നെ. ധൈര്യമായിട്ട് പണിയെടുത്തോ. ഇത് നമ്മുടെ സ്ഥലം. ഞാൻ അടുത്ത് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് എപ്പോഴാണെങ്കിലും ഇവിടെ കയറാം. ഒരു പ്രശ്നമില്ല. അവരെ അടിച്ചോ ബ്രോ? ഇത് ഇന്നോട്ട് ഇത്ര നാൾ ഇത് RDC എന്ന് പറഞ്ഞ കൊറേ ചുക്കാമണിയന്മാരുടെയിലായിരുന്നു. ഇന്നോട്ട് ഇത് TVയുടെ ഇല്ല. നീ എന്ത് തോന്നിയാസം കാണിച്ചോ? ഇവിടുത്തെ പുതപ്പില്ലിട്ട് ചെത്തി വിറ്റാ കിട്ടും 2 കോടി രൂപ. നീ അടിയടാ. അത് എന്നെ കൊണ്ടിട്ട് ആ ഹെഡ്വാൻ പരിപാടിയെന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ TVയുടെ ബാത്റൂം കഴിയാനായിട്ടൊന്ന് വന്നേക്കണേന്ന്. ഇടക്കിടെ ഞാനിവിടെ വരും. പരുന്തിന്റെ പിള്ളേരാന്ന് പറഞ്ഞാൽ അപ്പൊ പിടിക്കും ഇറക്കിയുണ്ട്. അങ്ങനെ അണ്ണ ഇപ്പൊ RDC ഇല്ലല്ലോ, അതുകൊണ്ട് പറയാം. പുതിയ മൂവി കണ്ടോ ചോദിച്ചാ ബ്രോ? RDX ഞാൻ ഭയങ്കര നാച്ചുറൽ അല്ലേ? എഴുതി വെച്ചോ നീ.
ഇവ RDC ആണെന്നാ തോന്നുന്നല്ലേ സത്യം. ഇതൊക്കെ തെറ്റല്ലേ ചോദിച്ചേ? എന്റെ പൊന്നാണ് ഞാൻ ഒരു കാര്യം പറയാവേ. ഓ അപ്പൊ ബ്രോ ശരിയാടാ, ശരി കാണാം. ഹാംബഞ്ചർമാരെന്നാണ് പറഞ്ഞേ. അല്ല മള്ളി, ശരിക്കും പറഞ്ഞ ഇന്നലെ ടെക്സ്റ്റത്തെ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രോപ്പർ റീസൺ ഇല്ലായിരുന്നു. ഇന്നായി ഇംഗ്ലീഷിൽ കോള് വന്നു. എന്തോന്നാ? CCTV ഉണ്ടായിരുന്നു അവിടെ. ബാബു എവിടെ പോണ്? ബാബു ഹലോ ഹലോ ബ്രോ, വാഴ വളർന്നാൻ നോക്കുന്നതാ? വാഴ വളർന്നാൻ നോക്കാൻ വന്നതാ. എന്തുറ്റി? കായോ? അതേപോലെ കായോ ബ്രോ? നമ്മുടെ സിറ്റിസൺസ് ആണ്, നമുക്ക് കായോ അറിയില്ല. ക്യാമറയിൽ എന്താ വേണ്ടത്? അയ്യോ ഞങ്ങളായിരിക്കും ചിലപ്പോ നമ്മൾ അതേ ഡ്രസ്സിട്ട് വേറെ വല്ലവരായിരിക്കും. നിങ്ങൾ ID പ്രൂഫ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്? ID പ്രൂഫ് കാണിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ID പ്രൂഫ് കാണിക്കാം. ഞാനല്ല. ഞാൻ എന്റെ ID പ്രൂഫ് കാണിക്കാം. ഞാനുമല്ല. ഫോളോയോ? എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല അതിന്. നിങ്ങള് അവിടെ കണ്ണാപ്പിന്ന് പറയുന്ന ആള് അവിടെ മതിലെ മുള്ളി വെച്ചേക്കുന്ന ഉൾപ്പെടെ നമ്മുടെ CCTV ദൃശ്യങ്ങൾ കിട്ടുന്നുണ്ട്. ചത്ത് മലന്ന് ഇവിടെ കിടപ്പുണ്ടാവും. സാമാനം വരെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിട്ട് വരേ. നിന്നോട് ഞാൻ പറഞ്ഞില്ല അവര് വരുമെന്ന്. കഴപ്പ് തീർന്നോ? അപ്പം that is our territory, okay? ഇനിയിപ്പോ നിങ്ങളെ ഡീൽ ചെയ്തോ എന്താ വെച്ചാ? അല്ലല്ലേ ബാബു? ഇല്ലല്ല, ശരിക്കും പറഞ്ഞ ഇന്നലെ വിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ ഈ ബോഡി. ഇനിയിപ്പം നമുക്ക് അത്യാവശ്യമില്ല, നിങ്ങളെ കൊണ്ടുവന്ന സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ കേറുന്ന എല്ലാരെയും വിട്ട് ടൈഗ സംസാരിക്കൂലേ? ഹലോ, നിങ്ങളുടെ പേരെന്തല്ലോ? നമ്മുടെ ഫ്രണ്ടാണ് ടൈഗ. നമ്മുടെ അതെ അതെ, ഒന്നും പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ? ടൈഗ ഒന്ന് സംസാരിച്ചോ. എന്നെ മനസ്സിലായില്ലേ? What? I don't remember you. Bardu Basu. What is that? Why you enter Kyle? ടൈഗ, നിങ്ങൾക്ക് ജലദോഷം പിടിച്ചപ്പോ നമ്മുടെ കൂടെ ഉള്ള ചന്തി മുഖന്റെ അതേ സൗണ്ട്. കുഴപ്പമില്ല. Who's Yeah, it's Chandu? ചെറുതായിട്ട് പനിയുണ്ട്, ഒന്നും പറയല്ലേ. ഓ ഇല്ല, നമ്മള് പൊക്കോട്ടെ. ഇനി നിന്ന് തിരിച്ചു ചാവും. എന്തിനാണ് എത്ര ചെയ്തെന്ന് പറയൂ? എത്ര പേരുണ്ടായിരുന്നു മരളി ടൈഗ? ഞാൻ ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പോണില്ല. ഇവന്മാര് എന്തോ കാണിച്ചോട്ടെ. എന്റെ പൊന്നുപാല, പൊന്നുപാല, ഇത് നീ മണ്ടനോട് ഇത് വേണ്ട, നീ തൈകി അവിടെ പറഞ്ഞാ കേൾക്കണ്ടേ? പൊന്നുപാല, ഈ സിറ്റുവേഷന് കോപ്പറേറ്റ് ചെയ്യുന്ന കൊണ്ട് പറ്റൂല. ഇത്രയും പേരില്ലായിരുന്നോടാ, ഇത്രയും പേര് ഈ മണ്ടനെ തന്നെ കുറിച്ച് ടൈഗാക്കിയല്ലോ. ഒന്ന് പോവാൻ പറ്റൂല, കളി അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ടൈഗത്തൂർ അയവാര് അമ്പത്തൂര് നീ എന്തോ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞായിരുന്നല്ലോ. I don't want to talk with you. എഴുതി തന്നേക്കോണം, അടുത്ത സ്ലിപ്പ് വായിച്ചേ. ഇതിന്റെ ചന്തിയോട് അല്ലാതെ ടൈഗ ആവണമെന്നൊക്കെ പറഞ്ഞ അതേത് വേഷത്തിലാണെങ്കിലും 100% നീതി പുലർത്തുന്ന ടൈഗ ഇട്ടാലും കൊടുക്കും, അമ്പത്തൂരായാലും കൊടുക്കും. അങ്ങനെ ഒരുത്തൻ.